കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വിശ്വസിക്കാൻ പോലും ഒരു 10-15 വർഷം മുൻപ് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ഇത്രയധികം ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നമ്മുടെ നാട്ടിൽ നടക്കുമായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ എന്താ കാണുന്നത്? എത്ര പേരുടെ കയ്യിൽ കാണും? നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ എത്ര പേരുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കാണും? എല്ലാവരും കാർഡ് പേയ്മെൻറ്റ്സ് ആണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് നടത്തുന്നത്. അപ്പോൾ ക്യാഷ്ലെസ് എക്കണോമി എന്നുള്ള ഒരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഈ ഒരു മാറ്റത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ, അതേപോലെ എമേർജ് ചെയ്യുന്ന രാജ്യങ്ങളിൽ, ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് ഇനിയൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്ന അതല്ല അവരുടെ ഉദ്ദേശം. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇപ്പം ഇന്ത്യയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാലും പറയാം, നമുക്ക് ഓക്കെ ഇത്രയെങ്കിലും ഡെവലപ്ഡ് ആണ്. പക്ഷേ വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരുപാട് എക്കണോമീസ് ഉണ്ട്. ആ എക്കണോമീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിക്സ് രൂപം കൊടുത്ത ഒരു മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ് ബാങ്കാണ് എന്തെന്ന് പറയുന്നത്, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 2014 അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ്റെ ശേഷം എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്, ഇങ്ങനൊരു ബാങ്ക് കൊണ്ടുവരാം. 2015 അത് ഓപ്പറേഷനിലേക്ക് വന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് ഷാങ്ഹായിലാണ്. ഹായ് ഓൾ, എൻട്രി ബാങ്കിങ്ങിൻ്റെ കറണ്ട് അഫെയർ ക്ലാസ്സുകളിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫെയർസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള, വളരെ കറണ്ട് അഫെയർസിൽ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെട്ട കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മളൊരു ക്വസ്റ്റ്യനിലൂടെയാണ് ഈ ഒരു കറണ്ട് അഫെയർ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും കറണ്ട് അഫെയറിൽ എന്തെങ്കിലും ഒരു ന്യൂസ് കേൾക്കുന്ന സമയത്ത് വളരെ എന്താ പറയുക, കമ്പ്യൂട്ടറൈസ്ഡ് ആയ പോലെ നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കി, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ച് അങ്ങനെ അങ്ങ് പോകാതെ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യനിലൂടെ അതിനെ ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു ക്വസ്റ്റ്യനിലൂടെ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത കുറേ ആസ്പെക്റ്റുകൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെയിം ദ ബാങ്ക് ദാറ്റ് ഹാസ് റീസെൻ്റ്ലി കൊളാബറേറ്റഡ് വിത്ത് സഹി ബന്ധു ടു ഇൻട്രൊഡ്യൂസ് ഡോർ സ്റ്റെപ്പ് ഗോൾഡ് ലോൺ സർവീസ്. അപ്പോൾ സഹി ബന്ധുവായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഡോർ സ്റ്റെപ്പ് ഗോൾഡ് ലോൺ സർവീസ് മുൻപോട്ട് വെച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് എന്നതാണ് ചോദ്യം. എന്തിനാണ് ഈ ഡോർ സ്റ്റെപ്പ് ഗോൾഡ് ലോൺ സർവീസ്? ശരിക്കും നമ്മൾ പല ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമി ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ക്യാഷ്ലെസ് എക്കണോമി ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആൾക്കാർ തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ ഇൻ്റർമീഡിയറീസ് തമ്മിലുള്ള ഇൻ്റർഫേസ് കുറച്ചുകൊണ്ട് ഏറ്റവും അധികം ഡിജിറ്റൽ പ്രോസസ്സിങ് മുൻപോട്ട് വെക്കുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഗോൾഡ് ലോണിന് അപ്ലൈ ചെയ്ത് നമുക്ക് ആ ഗോൾഡ് ലോൺ കിട്ടുന്നവരെ എന്തൊക്കെ പ്രൊസീജിയറുകളിലൂടെയാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഈ ഡിജിറ്റലൈസേഷൻ മുൻപോട്ട് വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഡോർ സ്റ്റെപ്പ് ഗോൾഡ് ലോൺ സർവീസ്. എന്താ ഈ ഡോർ സ്റ്റെപ്പ് ഗോൾഡ് ലോൺ സർവീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് യാതൊരു തരത്തിലുള്ള ഇൻകൺവീനിയൻസും ഇല്ല, അല്ലെങ്കിൽ പോയി ഒരു ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, നമ്മളതിൻ്റെ പുറകെ പേപ്പർ വർക്കുകളും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ ഡോർ സ്റ്റെപ്പ് ഗോൾഡ് ലോൺ സർവീസ് എന്ന് പറയുന്നത്. ഇത് മുൻപോട്ട് വെച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ കർണാടക ബാങ്കാണ്. ഇത് കൊളാബറേറ്റ് ചെയ്ത് സഹി ബന്ധു ഗോൾഡ് ലോണുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നോർത്തിരിക്കുക. Karnataka Bank Limited introduced an innovative initiative doorstep gold loan service called Swarna Bandhu. Karnataka Bank Limited Swarna Bandhu for its customers in collaboration with the Sahi Bandhu. It enables കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ എക്കണോമി മുൻപോട്ട് വെക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്രീം എന്ന് പറയുന്നത്. Of the gold loan processes, allowing the bank to offer gold loan service directly to customers at their doorstep. It also expands its gold loan portfolio. ഇനി ഈ ഒരു പ്രൊസീജിയറിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗോൾഡ് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫോർമാലിറ്റീസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഇൻകൺവീനിയൻസ് മുൻപിൽ വെച്ചുകൊണ്ട് പലപ്പോഴും അതിനകത്തിൽ നിന്ന് മാറി ചിന്തിക്കാറുണ്ട്. സോ അങ്ങനെ കൂടുതൽ ആൾക്കാരെ ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു ഉദ്യമമാണ് ഡോർ സ്റ്റെപ്പ് ഗോൾഡ് ലോൺ സർവീസ്. സഹി ബന്ധു ഇസ് എ ലീഡിംഗ് അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം ഫോർ ഗോൾഡ് ലോൺ സപ്പോർട്ടഡ് ബൈ ദ മണിപ്പാൽ ഗ്രൂപ്പ്. അപ്പം കർണാടക ബാങ്ക് ലിമിറ്റഡ് ആണ് സഹി ബന്ധുവായിട്ട് ജോയിൻ ചെയ്ത് നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ, നമ്മുടെ തൊട്ട് മുൻപിൽ നമുക്ക് ഗോൾഡ് ലോൺ എത്തിച്ചു തരുന്ന ഈ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ പ്രോസസ്സിന് മുൻപിൽ നിൽക്കുന്നത്. ഓക്കെ,
Going on to the next question, which company has recently signed a supply contract with the Indian Railway to manufacture 120 Vande Bharat trains along with the maintenance service for 35 years? 120 വന്ദേ ഭാരത് ട്രെയിൻസിൻ്റെ മാനുഫാക്ചറും അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് സർവീസ് അടുത്ത 35 വർഷത്തേക്കുള്ള മെയിൻ്റനൻസ് സർവീസും മുൻപോട്ട് വെച്ച സൈൻ ചെയ്തിരിക്കുന്ന കമ്പനി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കൈനറ്റ് റെയിൽവേ സൊല്യൂഷൻ, ജപ്പാൻ ട്രാൻസ്പോർട്ട് എഞ്ചിനീയറിംഗ് കമ്പനി, കനേഡിയൻ പസഫിക് റെയിൽവേ, ബൊംബാർഡിയർ ട്രാൻസ്പോർട്ടേഷൻ. കൈനറ്റ് റെയിൽവേ സൊല്യൂഷൻ ആണ് ശരിക്കും നമ്മുടെ നാട്ടിൽ 120 വന്ദേ ഭാരത് ട്രെയിൻസിൻ്റെ മാനുഫാക്ചറിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത 35 വർഷത്തേക്കുള്ള എല്ലാ തരത്തിലുള്ള മെയിൻ്റനൻസ് സർവീസും മുൻപോട്ട് ഓഫർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഈ കൈനറ്റ് റെയിൽവേ സൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻഡോ റഷ്യൻ ഉദ്യമമാണ്. അതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. ഇന്ത്യക്കും റഷ്യയ്ക്കും ഒരേപോലെ തന്നെ ഇതിനകത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. Indian Railway has signed a supply contract with the Indo-Russian joint venture Kainet Railway Solution for manufacturing Vande Bharat trains. As per the contract, this Kainet Railway Solution will manufacture 120 Vande Bharat trains. അതേപോലെ തന്നെ അടുത്ത 35 വർഷത്തേക്കുള്ള മെയിൻ്റനൻസ് സർവീസും അവരെ ഓഫർ ചെയ്യുന്നുണ്ട്. ദിസ് കൊളാബറേഷൻ ഫേസ്ഡ് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തു സ്റ്റാർട്ടിൽ നിന്ന് തന്നെ. കാരണം ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാന്ന് പറഞ്ഞു. അപ്പം ഇന്ത്യ റഷ്യ ജോയിൻറ്റ് വെഞ്ചർ വരുമ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് കൂടുതൽ പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കുറേ കോൺഫ്ലിക്റ്റ്, രണ്ട് രാജ്യങ്ങളുടെ ജോയിൻറ്റ് വെഞ്ചർ വരുമ്പോൾ ഒരുപാട് തരത്തിൽ ഒരുപാട് മേഖലകളിലുള്ള കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ടല്ലേ. അങ്ങനെ ഒരുപാട് കോൺഫ്ലിക്റ്റുകളും ചലഞ്ചസും ഫേസ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റ് കുറച്ച് നാൾ കൊണ്ടൊരു ഡിലേ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. Going on to the next question, how many new sites were recently added to the UNESCO's World Heritage List, including India's Shanti Niketan and Sacred Ensembles of Hoysalas? So, കർണാടകയിലെ ഹൊയ്സാലാസ് ടെമ്പിൾസ്, ആ ഒരു സേക്രഡ് എൻസംബിൾസും അതേപോലെ തന്നെ ശാന്തി നികേതനും റീസെൻ്റ്ലി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ അത് രണ്ടും ആഡ് ചെയ്തപ്പെട്ടപ്പോൾ ടോട്ടലി ആ ഒരു ടൈമിൽ എത്ര യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആണ് ശരിക്കും റീസെൻ്റ്ലി ആഡ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. A30, B40, C42, D50. 42 സൈറ്റുകളാണ്. 42 സൈറ്റുകളാണ് റീസെൻ്റ്ലി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ശരിക്കും ഒരു രാജ്യത്തിൻ്റെ കൾച്ചറുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യപ്പെടുന്ന, ഒരു രാജ്യത്തിൻ്റെ എന്ന് നമ്മൾ പറയുന്നില്ല, ഒരു നേറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും അവരുടെ കൾച്ചറിനെ വളരെയധികം ഡെപ്പിക്റ്റ് ചെയ്ത്, ഇപ്പം നമ്മുടെ നാട്ടിലെ തന്നെ നമ്മുടെ നാടിനെ മറ്റുള്ള രാജ്യങ്ങളുടെ, മറ്റുള്ള ലോകത്തിന് മുൻപിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ കൾച്ചർ അഡ്വർടൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്നത്. ഇതിനെയൊക്കെയാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കൾച്ചറുകൾ ആക്ച്വലി വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ട 42 സൈറ്റുകളുണ്ട്. അതിൽ പെടുന്നതാണ് ശാന്തി നികേതനും അതേപോലെ തന്നെ ഹൊയ്സാലാസും. ഓക്കെ, അപ്പോൾ 42 സൈറ്റാണ് ആഡ് ചെയ്യപ്പെട്ടത് നമ്മൾ ഡിസ്കസ് ചെയ്തു. The 45th session of the World Heritage Committee took place in Riyadh, Saudi Arabia. This session witnessed the addition of 42 new sites to the UNESCO's World Heritage List alongside other significant decisions. This committee was chaired by H.H. Princess Haifa Al Mogrin, Saudi Arabia's permanent delegate ആണ്, യുനെസ്കോയിലേക്കുള്ള പെർമനൻറ്റ് ഡെലിഗേറ്റ് ആണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ കീഴിലാണ് ഈ ഒരു കമ്മിറ്റി ചെയർ ചെയ്യപ്പെട്ടത് എന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 45th സെഷൻ എന്ന് പറയുന്നത് സൗദിയിലാണ് നടന്നത്, റിയാദിലായിരുന്നു. The Kingdom of Saudi Arabia served as the host country for the 45th session of this World Heritage സൈറ്റിൻ്റെ ഈ ഒരു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഈ 42 സൈറ്റിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ട ശാന്തി നികേതനും സേക്രഡ് എൻസംബിൾസ് ഓഫ് ഹൊയ്സാലാസും ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. മറ്റുള്ള ലിസ്റ്റിൽ വരുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടെ ജസ്റ്റ് ഒന്ന് റഫായിട്ട്, എല്ലാം ബൈഹാർട്ട് ചെയ്യണം എന്നില്ല, ജസ്റ്റ് ഒന്ന് റഫായിട്ട് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Who is the recipient of 2023 ശാസ്ത്ര രാമാനുജൻ പ്രൈസ്?
എന്താ ശാസ്ത്ര രാമാനുജൻ പ്രൈസ് എന്ന് പറയുന്നത്? ശരിക്കും വേൾഡ് റിനൗൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്കൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു അവാർഡാണ് ശാസ്ത്ര രാമാനുജൻ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 2023 ഈ ശാസ്ത്ര രാമാനുജൻ പ്രൈസ് ലഭിച്ച വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. റൂയിക്സാങ് സാങ് ആണ് 2023 ശാസ്ത്ര രാമാനുജൻ പ്രൈസ് നേടിയിരിക്കുന്നത്. ഓക്കെ, റൂയിക്സിയാങ് സാങ് ആണ് 2023 ശാസ്ത്ര രാമാനുജൻ പ്രൈസിൻ്റെ വിന്നർ എന്ന് പറയുന്നത്. Mathematician Ruixiang Sang, an assistant professor at the University of California, has been selected as the recipient of prestigious Shastra Ramanujan Prize 2023. This award recognizes his remarkable contributions in the field of mathematics. Basically, ഈ ഒരു അവാർഡ് 32 വയസ്സിന് താഴെയുള്ള വളരെ റിനോൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം വലിയ കോൺട്രിബ്യൂഷൻസ് മാത്തമാറ്റിക്സ് ഫീൽഡിലേക്ക് നൽകുന്ന വ്യക്തികൾക്കാണ് ഈ ഒരു ശാസ്ത്ര രാമാനുജൻ പ്രൈസ് നൽകാറുള്ളത്. $10,000 ആണ് ഇതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത്. The prize, which includes a cash award of $10,000, will be presented during an international conference in number theory held in the hometown of renowned mathematician Srinivasa Ramanujan at Shastra University in Kumbakonam during the 3rd week of December. So, കുംഭകോണത്ത് വെച്ച് നടക്കുന്ന ഈ ഒരു നമ്പർ തിയറി കോൺഫറൻസിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു അവാർഡ് റൂയിക്സിയാങ് സാങ്ങിന് നൽകപ്പെടുന്നത്. 2023 ശാസ്ത്ര രാമാനുജൻ പ്രൈസ് 10,000 rupees ആണ്, $10,000 ആണ് അതിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, $10,000. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു 32 ഇയേഴ്സിന് താഴെയുള്ള, ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ആനുവലി ടു ഇൻഡിവിജ്വൽസ് ഏജ്ഡ് 32 ആൻഡ് ബിലോ ഹു മെയ്ഡ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ്. അടുത്ത ചോദ്യം ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിനെ പറ്റിയാണ്. എന്താണ് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ, അതിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിൽ ടെക്നോളജിയുടെ ഫീൽഡിലാകാം, സയൻസിൻ്റെ ഫീൽഡിലാകാം, ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന രാജ്യങ്ങളെ റാങ്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൻ്റെ 2023 ഇൻഡെക്സിൽ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റാങ്കിങ്ങിലെ കുറച്ച് ഫാക്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് അറ്റ് ദ പൊസിഷൻ ഓഫ് 40th പൊസിഷൻ ഇൻ ദ ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ്. ഇന്ത്യ 40ാം സ്ഥാനത്താണ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറമാണ് എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, 2023 ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് 12ാം വർഷമാണ്, അതായത് 12ാമത്തെ എഡിഷനാണ് എന്നുള്ളതാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിറ്റ്സർലൻഡ് ആണ് ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻസ് തന്നിരിക്കുന്നത് only A and B, only B and C, only C and D, all are correct. ഇതിനകത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ്. ഇതിനകത്തിൽ വേൾഡ് എക്കണോമിക് ഫോറം അല്ല ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് വിപ്പോയാണ്. അതേപോലെ തന്നെ ഇത് 12th എഡിഷൻ അല്ല, 16th എഡിഷനാണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 40ാം സ്ഥാനമാണ്. ടോപ്ഡ് ബൈ ഇന്ത്യ ഹാസ് റീറ്റൈൻഡ് ഇറ്റ്സ് 40th റാങ്ക് ഔട്ട് ഓഫ് 132 എക്കണോമിക്സ്. 132 രാജ്യങ്ങളെയാണ് ടോട്ടലി റാങ്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്തിലാണ് ഇന്ത്യക്ക് 40ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. സോ ഈ ഒരു റാങ്കിങ് പബ്ലിഷ് ചെയ്യുന്നത് വിപ്പോ ആണെന്ന് നമ്മൾ പറഞ്ഞു. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ്, വേൾഡ് എക്കണോമിക് ഫോറം അല്ല, വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ഇന്നവേഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. 16th എഡിഷൻ ആയിരുന്നു 2023. എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? 16ാമത്തെ എഡിഷൻ ആയിരുന്നു ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൻ്റെ, വിച്ച് റാങ്ക്സ് വേൾഡ് എക്കണോമീസ് അക്കോർഡിംഗ് ടു ദെയർ ഇന്നവേഷൻ ക്യാപ്പബിലിറ്റീസ്, was released by the World Intellectual Property Organization and Agency of United Nations. വിപ്പോ ആണ് റിലീസ് ചെയ്യുന്നത്. 16ാമത്തെ ഇൻഡെക്സ് ആയിരുന്നു, 16ാമത്തെ എഡിഷൻ ആയിരുന്നു. ഇന്ത്യക്ക് 40ാം സ്ഥാനം. ഇനി ടോപ്പ് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കണ്ടിന്യൂസ് ആയിട്ട് 13ാമത്തെ വർഷമാണ് സ്വിറ്റ്സർലൻഡ് 1ാം സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
For the 13th year in a row, Switzerland is the most innovative economy in 2023, followed by Sweden. തൊട്ട് താഴെയുള്ളത് സ്വീഡൻ ആണ്, അതിന് താഴെ US, അതിന് താഴെ UK, അതിന് താഴെ സിംഗപ്പൂർ ആണ് ഉള്ളത്. ഓക്കെ, 9th പൊസിഷൻ ഡെൻമാർക്കിനും 10th പൊസിഷൻ റിപ്പബ്ലിക് ഓഫ് കൊറിയയ്ക്കും, ഫ്രാൻസിന് 11th പൊസിഷനാണ്. അതേപോലെ തന്നെ 13th പൊസിഷനാണ് ജപ്പാൻ. ഇസ്രായേൽ റീ എൻറ്റേഴ്സ് ദ ടോപ്പ് 15, റീച്ചിങ് 14th പ്ലേസ്. 14ാമത്തെ സ്ഥാനത്തേക്ക് ഇസ്രായേൽ റീച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2023 പറ്റിയാണ്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് റിലീസ് ചെയ്യുന്നത്. 2023 ഇന്ത്യക്ക് 40ാം സ്ഥാനമാണ്. 2023 എന്ന് പറയുന്നത് 16ാമത്തെ എഡിഷൻ ആയിരുന്നു. ടോപ്പ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who is the first Asian man to be nominated as the player to International Tennis Hall of Fame? ഇന്റർനാഷണൽ ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ ആരാണ്? ലിയാണ്ടർ പേസ്, റോഹൻ ബൊപ്പണ്ണ, മഹേഷ് ഭൂപതി, സോംദേവ് ദേവർമൻ. ആരാണ്? ലിയാണ്ടർ പേസ് ആണ് ഫസ്റ്റ് ഏഷ്യൻ മാൻ ടു ബി നോമിനേറ്റഡ് ടു ദ ടെന്നീസ് ഹോൾ ഓഫ് ഫെയിം. Multiple Grand Slam winner ആണ് ലിയാണ്ടർ പേസ്. He has emerged as the first Asian man to be nominated for the International Tennis Hall of Fame in player category. പ്ലെയർ കാറ്റഗറിയിലാണ് അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നോമിനേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് വിജയ് അമൃതരാജ്. പക്ഷേ അദ്ദേഹം കോൺട്രിബ്യൂട്ടർ കാറ്റഗറിയിലാണ് അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം 6 തവണ he was one of the 6 nominees announced for the class of 2024 എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി നോമിനേറ്റ് ചെയ്യപ്പെട്ട മറ്റ് വ്യക്തികളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. ആരാണോ ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത് അത് നമുക്ക് ആ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഫസ്റ്റ് ഏഷ്യൻ മാൻ ലിയാണ്ടർ പേസ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. മൾട്ടിപ്പിൾ തവണ ഗ്രാൻഡ് സ്ലാം വിജയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പ്ലെയർ കാറ്റഗറിയിലേക്കാണ്. അടുത്ത ചോദ്യം, കൊട്ടക് മ്യൂച്വൽ ഫണ്ട് ഹാസ് ലോഞ്ച്ഡ് ആൻ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാം ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഓഫ് ദ ഫോളോയിങ്. അതായത് ഇതിനകത്തിൽ പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ബോർഡുമായിട്ട് ചേർന്ന് കൊട്ടക് മ്യൂച്വൽ ഫണ്ട് ഒരു ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. എന്താണ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാം? മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പരസ്യങ്ങൾ കാണുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള പരസ്യത്തിൻ്റെ അവസാനം പറയാറുണ്ട് എന്താണ്? വളരെ സ്പീഡിൽ പറയാറുണ്ട്, ഒരുപാട് റിസ്ക്കുകൾ ഉണ്ടാവാറുണ്ട്. മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷമേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്ന് അവർ തന്നെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ റിസ്ക് ഫാക്ടറാണ്. അതെ, അപ്പം ഈ റിസ്ക് വളരെയധികം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യും? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മടിക്കും. നമ്മൾ ഇപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ പ്രൈവറ്റ് പബ്ലിക്, ഒരു പ്രൈവറ്റ് കമ്പനി ബോണ്ട് റേസ് ചെയ്യുന്നു, ഒരു പ്രൈവറ്റ് കമ്പനി ബോണ്ട് ഇറക്കുമ്പോഴും ഒരു പബ്ലിക് കമ്പനി ബോണ്ട് ഇറക്കുമ്പോഴും നമ്മൾ കൂടുതൽ റിലയബിൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏത് കമ്പനിയുടെ ആയിരിക്കും ബോണ്ട് വാങ്ങിക്കുക? ശരിക്കും ഒരു കമ്പനി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോണ്ട് ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് എന്ത് ചെയ്യും? ബോണ്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബോണ്ടിൻ്റെ പുറകിൽ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി ബോണ്ട് ഇറക്കും, ഒരു പബ്ലിക് കമ്പനി ബോണ്ട് ഇറക്കുമ്പോൾ നമ്മൾ പൊതുവെ പബ്ലിക് കമ്പനിയുടെ ബോണ്ടല്ലേ വാങ്ങുള്ളൂ. കാരണം എന്താ? ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ എന്താണ്? റിസ്ക് കുറവാണ്. നമുക്ക് വളരെയധികം റിലയബിൾ ആയിട്ടുള്ളൊരു സോഴ്സായിട്ട് തോന്നും അല്ലേ? അതുതന്നെയാണ് ഇവിടെയും സംഭവം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ടെൻഷനാണ് അല്ലെങ്കിൽ ഒരു പേടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവയർനെസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് മ്യൂച്വൽ ഫണ്ട്, എങ്ങനെയാണ് ഇതിനകത്തുള്ള ഓപ്പറേഷൻസ് നടക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കോട്ടക് മ്യൂച്വൽ ഫണ്ട് ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാം. നമുക്കിപ്പം ഒരു കാര്യത്തെപ്പറ്റി വളരെ നല്ല രീതിയിലൊരു അവയർനെസ് ഉണ്ടെങ്കിൽ അവിടുത്തെ റിസ്ക് കുറയുവല്ല ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ നമുക്കൊരു വിശ്വാസം വരും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കൊട്ടക് മ്യൂച്വൽ ഫണ്ട് കൊണ്ടുവന്ന ഈ ഒരു പ്രോഗ്രാം ഇന്ത്യയിലെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്നിട്ടാണ് അവരത് നടത്തുന്നത്. ശരിക്കും ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും, വളരെ വലിയ രീതിയിൽ നടക്കുന്ന ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്ന് നടത്താനാണ് എല്ലാവരും നോക്കുന്നത്. കാരണം എന്താ, ഏറ്റവും നല്ല ഐഡിയാസ് അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഐഡിയ വരുമ്പം കുട്ടികളിലേക്കാണ് അവർ ആദ്യം അത് കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്. വളർന്നു വരുന്ന മൈൻഡ്സ് അല്ലെ കുട്ടികളെ പെട്ടെന്ന്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, നല്ല നല്ല ഐഡിയാസൊക്കെ കാണുമ്പോഴത്തേക്കിനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു ഫ്യൂച്ചർ ജനറേഷൻ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ഐഡിയ വെച്ചുകൊണ്ടാണ് ഒരു എഡ്യൂക്കേഷണൽ ബോർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവർ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഇതിൽ ഏത് എഡ്യൂക്കേഷൻ ബോർഡുമായിട്ടാണ്? ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ, CBSE, UPSC. ഇതിനകത്തിൽ CBSE ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. CBSEയുമായിട്ട് ചേർന്നിട്ടാണ് കൊട്ടക് മ്യൂച്വൽ ഫണ്ട് ഈ ഒരു ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ക്യാമ്പയിൻ പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. Kotak Mutual Fund has launched an investor education and awareness program in partnership with the CBSE. The പ്രോഗ്രാമിൻ്റെ പേരെന്താണ്? സീക്കോ പൈസോ കി ഭാഷ. അതായത് മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെ പൈസയുടെ ഭാഷ എന്താണ് എന്ന് നിങ്ങൾ പഠിക്കൂ എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയുന്നത്. സീക്കോ പൈസോ കി ഭാഷ will pave the way for financial literacy aimed at empowering teachers across India. Basically എന്താ ഉദ്ദേശിക്കുന്നത്? ഫിനാൻഷ്യൽ ലിറ്ററസി, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വിശ്വസിക്കാൻ പോലും, ഒരു 10-15 വർഷം മുൻപ് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ഇത്രയധികം ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നമ്മുടെ നാട്ടിൽ നടക്കുമായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ എന്താ കാണുന്നത്? എത്ര പേരുടെ കയ്യിൽ കാണും? നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ എത്ര പേരുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കാണും? എല്ലാവരും കാർഡ് പേയ്മെൻറ്റ്സ് ആണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് നടത്തുന്നത്. അപ്പോൾ ക്യാഷ്ലെസ് എക്കണോമി എന്നുള്ള ഒരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഈ ഒരു മാറ്റത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ ലിറ്ററസി. നമുക്ക് ഇതിനൊക്കെ ആക്സസ് ഉണ്ടായാൽ മാത്രം പോരാ, നമ്മൾ അതിനെപ്പറ്റി ലിറ്ററേറ്റ് ആയിരിക്കണം അല്ലേ? ഇപ്പം നമ്മൾ ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയിരുന്നു അല്ലേ? കുട്ടികളുടെ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇൻ്റർനെറ്റ് ലിറ്ററസി. അതായത് ഇൻ്റർനെറ്റിനെ പറ്റി അല്ലെങ്കിൽ ലൈവ് ക്ലാസ്, ഓൺലൈൻ ക്ലാസ്സുകളെ പറ്റി ഇന്ത്യയിൽ ഇപ്പം നമ്മൾ കേരളം എന്ന് പറയുന്നൊരു നാടെടുത്ത് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എഡ്യൂക്കേഷനിൽ കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരായുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലൊക്കെ കുട്ടികളൊക്കെ ആ സമയത്ത് എങ്ങനെയാണ് പഠിച്ചത്? എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നം പലയിടത്തും നേരിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഇൻ്റർനെൽ ലിറ്ററസി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി മുമ്പോട്ട് പോകുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രി, എപ്പോഴും നമ്മൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഡെവലപ്പിംഗ് ആണ്. ഇന്ത്യ ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് ഫാക്ടേഴ്സാണ് ഇൻ്റർനെറ്റ് ലിറ്ററസി, ഡിജിറ്റൽ കണക്ടിവിറ്റി, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി, ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂഷൻ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഭാഗമായിട്ട് ടീച്ചേഴ്സിനെയും കുട്ടികളെയും എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊട്ടക് മ്യൂച്വൽ ഫണ്ട് ഇത് CBSEയുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോഗ്രാം നടത്തുന്നത്. To ensure a broad reach and accessibility for teachers across the country, the investor education and awareness programs will be held in over 100 locations. Next question. Rajya Sabha Deputy Chairman Harivansh led a parliamentary delegations to the 9th Parliamentary Forum held in Johannesburg. So, question idana Rajya Deputy Chairman ആയിട്ടുള്ള ഹരിവൻഷ് ഏത് പാർലമെന്ററി ഫോറം, ഇതിനകത്തുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ, ഇതൊരു നമുക്കറിയാം ബ്രിക്സ് അല്ലെങ്കിൽ G20, G7, ആഫ്രിക്കൻ യൂണിയൻ എന്നൊക്കെ പറയുന്നത് പല രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിംഗ് ആണ്. ഇതിൽ ഏത് ഗ്രൂപ്പിൻ്റെ പാർലമെൻ്ററി ഫോറമാണ്, 9th പാർലമെൻ്ററി ഫോറമാണ് അദ്ദേഹം ലീഡ് ചെയ്തത്, അദ്ദേഹം ചെയർ ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. നടന്നത് ജോഹന്നാസ്ബർഗിലാണ് എന്നുള്ളൊരു ക്ലൂ ഉണ്ട്. 9th തവണയായിരുന്നു എന്നുള്ളൊരു ക്ലൂ ഉണ്ട്. ആൻസർ എന്താണ്? ബ്രിക്സ് ആണ്. ബ്രിക്സിൻ്റെ 9th പാർലമെൻ്ററി ഫോറം ആയിരുന്നു ജോഹന്നാസ്ബർഗിൽ നടന്നത്. അവിടെ വെച്ചാണ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് ആ ഒരു പാർലമെൻ്ററി ഫോറം ലീഡ് ചെയ്തത്. ഓക്കെ, ബ്രിക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് ലെഡ് എ പാർലമെൻ്ററി ഡെലിഗേഷൻ ടു ദ 9th ബ്രിക്സ്
Parliamentary Forum held in Johannesburg. As the head of the delegation, he makes an opening statement and also chairs a session on climate change and legislative mobilization in BRICS countries. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂസിൽ വളരെയധികം കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ G20, G7, ബ്രിക്സ്, ആഫ്രിക്കൻ യൂണിയൻ, ഇതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. നമ്മളിപ്പോൾ ഓപ്ഷൻസിൽ ഇതൊക്കെ കണ്ടു. എന്താണ് ബ്രിക്സ് എന്ന് പറയുന്നത്? ബ്രിക്സ് എന്ന് പറയുന്നത് ശരിക്കും കുറച്ച് രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ട് മുൻപോട്ട് വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പിംഗ് ആയിരിക്കും. ഇപ്പം എല്ലാ ഈ പല രാജ്യങ്ങളിൽ ചേരുന്ന എല്ലാ ഇൻ്റർനാഷണൽ ഗ്രൂപ്പുകളുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് പരസ്പര സഹകരണമാണ്. സെക്യൂരിറ്റിയിലായിക്കോട്ടെ, അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിലായിക്കോട്ടെ, അവരുടെ രാജ്യത്തിൻ്റെ ഗ്രോത്തിലായിക്കോട്ടെ, ഇതിനെല്ലാം പരസ്പരം സഹകരിക്കുക, പരസ്പരം ഹെൽപ്പ് ചെയ്യുക. ഇനിയിപ്പം ഇക്കൂട്ടത്തിൽ തന്നെ താഴെ നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു രാജ്യമുണ്ടെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ടുഗദർ ഒരു ഗ്രോത്ത്, അതാണ് ഈ ഗ്രൂപ്പിങ്ങുകളുടെ, ഇൻ്റർനാഷണൽ ഗ്രൂപ്പിങ്ങുകളുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. ടുഗദർ, ഒരുമിച്ച് നമുക്കൊരു ഗ്രോത്ത് എന്നുള്ളതാണ്. ഓക്കെ, ഈ ബ്രിക്സ് ഗ്രൂപ്പിങ്ങിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പേര് പോലെ തന്നെ B for Brazil, R for Russia, I for India, C for China ആൻഡ് S for South Africa. ഈ 5 രാജ്യങ്ങൾ ചേരുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്രിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് a quarter ഓഫ് വേൾഡ്സ് എക്കണോമി. ഈ 5 രാജ്യങ്ങൾ എന്ന് പറയുന്നത് വേൾഡ് എക്കണോമിയുടെ ഒരു ക്വാർട്ടറാണ്. 40%, വേൾഡ് പോപ്പുലേഷൻ്റെ 40%. ഓഫ് കോഴ്സ്, കാരണം ഇന്ത്യ, ചൈന പോലെ വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വേൾഡ് പോപ്പുലേഷൻ്റെ 40% ഈ ഒരു ഗ്രൂപ്പിങ്ങിലെ രാജ്യങ്ങളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ആൻഡ് ആസ് ഇൻക്രീസിംഗ്ലി സോട്ട് ടു ബി കൗണ്ടർ വെയ്റ്റ് ടു ദ ഡൊമിനൻസ് ഓഫ് വെസ്റ്റേൺ ലെഡ് ഫോറംസ് ലൈക്ക് ഗ്രൂപ്പ് ഓഫ് 7. G7ൻ്റെയും വേൾഡ് ബാങ്കിനെയും പോലെ വെസ്റ്റേൺ രാജ്യങ്ങളിലെ ഗ്രൂപ്പിങ്ങുകളുണ്ട്. ആ ഗ്രൂപ്പിങ്ങുകളോട് കിടപിടിക്കുന്ന തരത്തിൽ പോപ്പുലേഷനും അതേപോലെ തന്നെ എന്താ പറയുക GDP ഒക്കെ ഉയർത്തുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ബ്രിക്സിനകത്ത് നമ്മൾ പറഞ്ഞു ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്കയാണ് വരുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. The regular annual summit and deliberation of BRICS has considerably widened over the years to encompass topical global issues. ഈ ബ്രിക്സിൻ്റെ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ടെററിസം, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡിസ്കസ് ചെയ്യുന്നു അതിനെക്കാട്ടിൽ ഒരു പക്ഷേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇനി വരുന്നൊരു ഫ്യൂച്ചർ ജനറേഷൻ എന്തൊക്കെ തരത്തിലുള്ള ക്ലൈമറ്റ് സിറ്റുവേഷൻസ് ആയിരിക്കും ഫേസ് ചെയ്യുന്നത്, ഇപ്പോൾ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തൊക്കെ തരത്തിലുള്ള സിറ്റുവേഷൻസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പാരീസ് എഗ്രിമെൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. പാരീസ് എഗ്രിമെൻറ്റിൽ കുറച്ച് ഗോളുകളുണ്ട്. നമ്മളുടെ എമിഷൻ ഇത്രയും കുറയ്ക്കണം, നമ്മളെ പൊല്യൂഷൻ നമ്മൾ പറ്റുന്നതിൻ്റെ മാക്സിമം കുറയ്ക്കണം, ഡെവലപ്ഡ് കൺട്രീസ് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ കാര്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവർ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഫുഡ് ആൻഡ് എനർജി സെക്യൂരിറ്റി, ഇൻ്റർനാഷണൽ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. നമ്മൾ പറഞ്ഞു ഒരു ഇൻ്റർനാഷണൽ കൂട്ടായ്മ വരുമ്പം അവരുടെ ഒരു സഹകരണമാണെന്നല്ലേ. ഒരു കൺട്രി ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടറിൽ മുമ്പോട്ട് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടെക്നോളജി വൈസ് മുമ്പോട്ട് നിൽക്കുന്നൊരു രാജ്യത്തിന് ടെക്നോളജി വൈസ് താഴെ നിൽക്കുന്നൊരു രാജ്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പരസ്പര സഹകരണം ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. റിഫോം ഓഫ് ദ ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രേഡ് പ്രൊട്ടക്ഷനിസം ആൻഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ അജണ്ടാസ് എന്ന് പറയുന്നത്. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ബ്രിക്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ബ്രിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്കാണ്. അപ്പോൾ ഒരു മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ബ്രിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. വിത്ത് ദ പർപ്പസ് ഓഫ് mobilizing resources for infrastructure and sustainable development projects in emerging markets and developing countries. The agreement was signed during BRICS summit held in Fortaleza in 2014. 2014 ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് നിലവിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. നിലവിൽ വന്നത് 2015 ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഷാങ്ഹായിലാണ്. അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലും ബ്രസീലിലും അതിന് ഓഫീസസ് ഉണ്ട്. ഷാങ്ഹായിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ബ്രിക്സിലുള്ള 5 രാജ്യങ്ങളല്ലാതെ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ മറ്റു കുറച്ച് രാജ്യങ്ങളും കൂടെ ഉണ്ട്. ബംഗ്ലാദേശ്, UAE, ഈജിപ്ത്, ഉറുഗ്വേ.
ഓർത്തിരിക്കുക. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാങ്കാണ്. ഈ ഒരു എഗ്രിമെൻറ്റ്, ഈ ഒരു ബാങ്കിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയും സസ്റ്റൈനബിൾ പ്രൊജക്ട്സിന് വേണ്ടിയിട്ടും. എവിടുത്തെ പ്രൊജക്ട്സിന്? ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ, അതേപോലെ എമേർജ് ചെയ്യുന്ന രാജ്യങ്ങളിൽ. ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് ഇനിയൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്ന അതല്ല അവരുടെ ഉദ്ദേശം. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇപ്പം ഇന്ത്യയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാലും പറയാം നമുക്ക് ഓക്കെ ഇത്രയെങ്കിലും ഡെവലപ്ഡ് ആണ്. പക്ഷേ വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരുപാട് എക്കണോമീസ് ഉണ്ട്. ആ എക്കണോമീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിക്സ് രൂപം കൊടുത്ത ഒരു മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ് ബാങ്കാണ് എന്തെന്ന് പറയുന്നത് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 2014 അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ്റെ ശേഷം എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്, ഇങ്ങനൊരു ബാങ്ക് കൊണ്ടുവരാം. 2015 അത് ഓപ്പറേഷനിലേക്ക് വന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് ഷാങ്ഹായിലാണ്. അടുത്ത ചോദ്യം, വിച്ച് കമ്പനി ഹാസ് റീസെൻ്റ്ലി അക്യൂർഡ് ഇന്ത്യാസ് ഫസ്റ്റ് എയർബസ്? ഇന്ത്യയിലെ ആദ്യത്തെ എയർബസ് ആയിട്ടുള്ള A350-900 എയർക്രാഫ്റ്റ് അക്യൂർ ചെയ്ത കമ്പനി ഏതാണ്? ത്രൂ എ ഫിനാൻസ് ലീസ് ട്രാൻസാക്ഷൻ വിത്ത് HSBC ത്രൂ ഗിഫ്റ്റ് സിറ്റി. ഇതിൽ ഏത് കമ്പനിയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി എയർ ഇന്ത്യ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എയർ ഇന്ത്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യസ് ഫസ്റ്റ് എയർബസ് ആയിട്ടുള്ള A350-900 എയർക്രാഫ്റ്റ് അക്യൂർ ചെയ്തിരിക്കുന്നത്. ടാറ്റ ഓൺഡ് എയർ ഇന്ത്യ സക്സസ്ഫുള്ളി അക്യൂർഡ് ഇന്ത്യസ് ഫസ്റ്റ് എയർബസ് A350-900 aircraft by way of finance lease transaction with HSBC through AI Fleet Services Limited. AI Fleet Service Limited എന്ന് പറയുന്ന എയർ ഇന്ത്യയുടെ ഒരു 100% സബ്സിഡറിയാണ്. ആൻഡ് ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി, ഗിഫ്റ്റ് സിറ്റി, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ, രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ കമ്പനി. എയർ ഇന്ത്യ ഇസ് ഇന്ത്യസ് ഫസ്റ്റ് ഷെഡ്യൂൾഡ് കാരിയർ ടു ഹാവ് അക്യൂർഡ് ആൻ എയർക്രാഫ്റ്റ് ഫ്രം ആൻ എൻറ്റിറ്റി രജിസ്റ്റേർഡ് ഇൻ ഗിഫ്റ്റ് സിറ്റി. ഓക്കെ, അപ്പം ആരാണ് ഇത് അക്യൂർ ചെയ്തത്? എയർ ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് എയർബസ് എയർക്രാഫ്റ്റ് ആണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. It is also its first financing transaction from its orders for 470 aircraft that were made earlier in 2023. Air India has placed orders for 6 A350-900 planes and 5 of them are scheduled for delivery through 2024 March ആകുമ്പോഴത്തേക്കിനും ഡെലിവറിക്ക് റെഡി ആകുന്നുണ്ട്. അടുത്ത ചോദ്യം, which state government has recently inaugurated various schemes and infrastructural projects including installation of a panic button, global positioning system service and a bioethanol demonstration plant? 3 വ്യത്യസ്ത പ്രോജക്റ്റുകളെ പറ്റിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ 3 വ്യത്യസ്ത പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഈ 3 വ്യത്യസ്ത സ്കീമുകൾ നിലവിൽ കൊണ്ടുവന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെ സ്കീമുകളെ പറ്റി, ഏതൊക്കെ പ്രോജക്റ്റുകളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്? Panic button installation, GPS services, bioethanol demonstration plant. ഈ 3 ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് അല്ലെങ്കിൽ ആ ഒരു നാടിൻ്റെ സെക്യൂരിറ്റി, സേഫ്റ്റി ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഉറപ്പാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഈ 3 പ്രോജക്റ്റുകൾ മുൻപോട്ട് കൊണ്ടുവന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതാണെന്നാണ് ചോദ്യം. ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്. ആൻസർ ഛത്തീസ്ഗഡ് ആണ്. Chhattisgarh Chief Minister Bhupesh Baghel virtually inaugurates the various schemes and infrastructure projects worth rupees 1,021 crore. The schemes include, first one നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസ്റ്റലേഷൻ ഓഫ് എ പാനിക് ബട്ടൺ. എന്താണ് ഈ പാനിക് ബട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പ്രത്യേക സ്കീമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പാനിക് ബട്ടൺ എന്ന് പറയുന്നത്. വുമൺ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഐഡിയ മുൻപോട്ട് വെച്ചിട്ടുള്ള പാനിക് ബട്ടൺ, അതേപോലെ തന്നെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം സർവീസ് ആസ് പാർട്ട് ഓഫ് ദ നിർഭയ പ്രൊജക്റ്റ്. അപ്പം നമ്മൾ പറഞ്ഞു വുമൺ സേഫ്റ്റി മുൻപോട്ട് വെച്ചുകൊണ്ട് നിർഭയ പ്രൊജക്റ്റിൻ്റെ കീഴിൽ ഒരു പാനിക് ബട്ടൺ, അതേപോലെ തന്നെ ഒരു GPS സർവീസ്. എന്താണ് ഈ GPS സർവീസിൻ്റെ ഏറ്റവും ഐഡിയ എന്ന് പറയുന്നത്? എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ സുരക്ഷയല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ ഒരു പാനിക് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ലൊക്കേഷൻ, അവരിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് GPS വഴി ലൊക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സെക്യൂരിറ്റീസ്, സേഫ്റ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നിർഭയ പ്രൊജക്റ്റിൻ്റെ കീഴിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പാനിക് ബട്ടൺ ആൻഡ് GPS സർവീസ് എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ആണ്. ഓക്കെ,
in every passenger vehicle to locate the vehicle once the panic button is pressed. He inaugurated bioethanol demonstration plant, Chhattisgarh Nivas, and launched Chief Minister Construction Workers Pension Assistance Scheme, Automatic Number Plate Recognition Based E-Detection Scheme. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടില്ലാത്ത 2 എക്സ്ട്രാ സ്കീമുകളും കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യുവാണ്. അതേപോലെ ലോഞ്ച് ചെയ്തതാണ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ പെൻഷൻ അസിസ്റ്റൻ്റ് സ്കീമും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ്റെ E-Detection സിസ്റ്റം. ഇത്രയും കൂടെ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്. അടുത്ത ചോദ്യം, which country has recently signed a social security agreement with India to ensure professionals and workers retain benefits? ഇതിൽ ഏത് രാജ്യമാണ് ഇന്ത്യയുമായിട്ട് സൈൻ ചെയ്ത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെൻറ്റ് മുൻപോട്ട് കൊണ്ടുവന്നത് എന്നാണ് ചോദ്യം. ഫ്രാൻസ്, ബ്രസീൽ, സ്പെയിൻ, അർജൻറ്റീന. ഓപ്ഷൻ ഡി അർജൻറ്റീനയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ശരിക്കും ഇന്ത്യ അർജൻറ്റീന റിലേഷൻഷിപ്പ് ശരിക്കും ഇന്ത്യൻസ് അർജൻറ്റീനയിൽ പോയി വർക്ക് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് അർജൻറ്റീനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എംപ്ലോയീസ് വളരെയധികം കൂടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 2 രാജ്യങ്ങളും കൂടെ ചേർന്ന് ഉറപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. 2 രാജ്യത്തെയും ആൾക്കാർ അപ്പുറം ഇപ്പുറം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഹ്യൂമൻ പോപ്പുലേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് അവർക്ക് കുറച്ച് സെക്യൂരിറ്റീസ്, സോഷ്യൽ സെക്യൂരിറ്റീസ് കിട്ടുന്നുണ്ട് എന്നുറപ്പിക്കേണ്ടത് ഈ 2 രാജ്യങ്ങളുടെയും ചുമതലയാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ മുൻപോട്ട് വന്നു. അതാണ് സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ പേഴ്സണൽസ് അർജൻറ്റീനയിൽ പോയി വർക്ക് ചെയ്യുന്നതും അർജൻറ്റീനിയൻ പേഴ്സണൽസ് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുന്നതും അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റും അർജൻറ്റീന ഗവൺമെൻറ്റും കൂടെ സൈൻ ചെയ്ത ഒരു കോൺട്രാക്റ്റാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. Social Security Agreement was signed between India and Argentina to ensure the professionals and workers retain benefits and contributions made towards social security, promoting easier mobility between countries. The Social Security Agreement covers Indian laws on old age, survivors' pension and permanent total disability pension for employed persons. അതായത് ഇപ്പോൾ ഒരു ഇന്ത്യൻ ആയിട്ടുള്ളൊരു വ്യക്തി അർജൻറ്റീനയിൽ പോയി വർക്ക് ചെയ്തിട്ട് ശിഷ്ടകാലം അവിടെ സ്പെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഒരു ഇന്ത്യക്കാരന് ഇന്ത്യ നൽകുന്ന കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അർജൻറ്റീനയിലും ലഭിക്കുന്നുണ്ട് എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ കുറച്ച് നിയമങ്ങൾ ഇന്ത്യക്കാർക്ക് നൽകുന്ന കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. ഇത് അർജൻറ്റീനൻ നിയമമായിട്ട് പരിഷ്കരിച്ച് അവർക്കിത് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. തിരിച്ചും അതേപോലെ തന്നെ. ഇതാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെൻറ്റിൻ്റെ തീം എന്ന് പറയുന്നത്. The agreement grants temporary overseas workers and their families full rights. അപ്പോൾ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഫുൾ റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. എന്തിനുള്ള? കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സിന്, ക്യാഷ് അലവൻസിന്, റിട്ടയർമെൻറ്റിന്, പെൻഷന്, റെൻറ്റ്, സബ്സിഡി, ലംസം പേയ്മെൻറ്റ്സ്, ഒരു തരത്തിലുള്ള റിഡക്ഷനും മോഡിഫിക്കേഷനും സസ്പെൻഷനും ഇല്ലാതെ അവർക്ക് ഈ ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഈ 2 രാജ്യങ്ങൾ ഏർപ്പെട്ട ഒരു എഗ്രിമെൻ്റാണ് സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെൻറ്റ്. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും അർജൻറ്റീനയും. അടുത്ത ചോദ്യം, Dash became the 4th state in India to implement e-cabinet system to promote digital infrastructure development and digitization of government service and information. നമ്മളിപ്പോൾ പല സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എന്താണ് നമ്മൾ പറഞ്ഞു? ഇന്ത്യ ഗവൺമെൻറ് പല രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഡിജിറ്റൈസേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് പേപ്പർ വർക്ക് കുറച്ചുകൊണ്ട് ഡിജിറ്റൈസേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് പല പ്രോഗ്രാംസ് മുൻപോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് E-Cabinet എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തിനെ ഗവേൺ ചെയ്യുന്ന ക്യാബിനറ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കപ്പെടുന്ന സ്ഥലമാണ് ക്യാബിനറ്റുകൾ. അവിടെ ഒരു ദിവസം തന്നെ എന്തുമാത്രം പേപ്പറുകളാണ് വേസ്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ എന്താ പറയുക, എൻവയോൺമെൻറ്റിന് തന്നെ എന്തൊരു വലിയ നഷ്ടമാണ്. അത് മാത്രമല്ല, പേപ്പർലെസ് ആയിട്ടുള്ള ഒരു എക്കണോമി അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിജിറ്റൈസേഷൻ നമുക്ക് ഇതുവരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് E-Cabinet, ഇലക്ട്രോണിക് ക്യാബിനറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. E-Cabinet ശരിക്കും ഇന്ത്യയിൽ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റാണ്
നാലാമത്തെ തവണ ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പം ഓൾറെഡി 3 സ്റ്റേറ്റ് ഇത് നടപ്പിലാക്കി കഴിഞ്ഞു. നാലാമത്തെ തവണ നടപ്പിലാക്കിയ സ്റ്റേറ്റ് ഏതാണ് എന്നതാണ് ചോദ്യം. നാലാമത്തെ തവണ നടപ്പിലാക്കിയ സ്റ്റേറ്റ് ഏതാണ്? ത്രിപുരയാണ് നാലാമത്തെ തവണ ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാബിനറ്റ് സിസ്റ്റം എന്തിനു വേണ്ടി കൊണ്ടുവരുന്നതാണ്? കംപ്ലീറ്റ് പ്രൊമോട്ട് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ കംപ്ലീറ്റ് ഡിജിറ്റൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ക്യാബിനറ്റ് മീറ്റിങ്ങുകളൊക്കെ ഇപ്പം നമുക്ക് ഇതിപ്പോൾ നടപ്പിലാക്കിയാൽ തന്നെ അതൊന്ന് എന്താ പറയുക, ശരിക്കും ഒന്ന് നിലവിലായി വരാനായിട്ട് കുറച്ച് കാലതാമസം വരുമല്ലോ. അപ്പോൾ ഫ്യൂച്ചറിലെ ക്യാബിനറ്റ് മീറ്റിംഗ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ആയിട്ട് യാതൊരു തരത്തിലുള്ള പേപ്പർ വർക്കുകളും ഇല്ലാതെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ക്യാബിനറ്റ് സിസ്റ്റം. Tripura is the 4th state to implement this system. Tripura Chief Minister Manik Saha launched e-cabinet system to promote complete infrastructure development and digitization of government services and information. With this, Tripura has become the 4th state. അപ്പോൾ ത്രിപുരയ്ക്ക് മുൻപ് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഇത് ഫസ്റ്റ് നടപ്പിലാക്കിയത്. അതിനുശേഷം UP, അതിനുശേഷം അരുണാചൽ പ്രദേശ്. ഉത്തരാഖണ്ഡ്, UP, അരുണാചൽ പ്രദേശ് ഈ 3 സ്ഥലങ്ങൾക്ക് ശേഷം ത്രിപുരയിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ത്രിപുര ഈസ് ഓൾസോ ദ 2nd സ്റ്റേറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ് ടു ഇംപ്ലിമെൻറ്റ് ദ ക്യാബിനറ്റ് സിസ്റ്റം. നോർത്ത് ഈസ്റ്റിൽ ഇത് നടപ്പിലാക്കുന്ന 2ാമത്തെ സ്റ്റേറ്റ് കൂടിയാണ് ആരെന്ന് പറയുന്നത്? ത്രിപുര എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മോഡൽഡ് ഓൺ ദ ക്യാബിനറ്റ് സിസ്റ്റം ഓഫ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൻ്റെ ക്യാബിനറ്റ് സിസ്റ്റത്തിൻ്റെ മോഡലിൽ തന്നെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ദിസ് മൂവ് ഈസ് അലൈൻഡ് വിത്ത് ദ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെയിം ദ പേഴ്സണാലിറ്റി ഹു വാസ് റീസെൻ്റ്ലി എലക്റ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഫോർ 1 year term. ഒരു വർഷത്തേക്ക് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാണ് എന്നതാണ് ചോദ്യം. വളരെ ഫാക്ച്വൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓപ്ഷൻസ്: വിനീത് ജെയിൻ, മഹേന്ദ്ര മോഹൻ ഗുപ്ത, KN ശാന്തകുമാർ, അവി കുമാർ സർക്കാർ. ഇതിനകത്തിൽ ആരാണ്? KN ശാന്തകുമാർ ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് ന്യൂലി അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത് ഒരു വർഷത്തെ ടേമിലേക്ക്. KN Shantakumar of Deccan Herald was elected as the chairman of Press Trust of India for the 1 year term, and Praveen Someshwar ആണ് വൈസ് ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ശാന്തകുമാർ സക്സീഡ്സ് ആർക്ക് ശേഷമാണ് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് എത്തുന്നത്? ഓപ്ഷനിൽ തന്നെ നമ്മൾ കണ്ടു, അവി കുമാർ സർക്കാർ ആയിരുന്നു പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന് ശേഷമാണ് ശാന്തകുമാർ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്. ഹു ഹാഡ് സെർവ്ഡ് ആസ് ദ ചെയർമാൻ ഓഫ് PTA for 2 consecutive terms. ശാന്തകുമാർ ഹാസ് പ്രീവിയസ്ലി ഹെൽഡ് ദിസ് പൊസിഷൻ. 2013-14 ആരായിരുന്നു ചെയർമാൻ എന്ന് പറയുന്നത്? ഇതേ ശാന്തകുമാർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് തൊട്ട് മുൻപ്, ഇപ്പോൾ അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുൻപ് അവികുമാർ സർക്കാർ ആയിരുന്നു. അദ്ദേഹം 2 കോൺസിക്യൂട്ടീവ് ടേംസ്, 2 വർഷം അടുപ്പിച്ച് ആ ഒരു പൊസിഷൻ ഹെൽഡ് ചെയ്തിരുന്നു. The election took place at a meeting of Press Trust of India's Board of Directors following annual general meeting at the headquarters of Press Trust of India in New Delhi. Going on to the next question. Which of the following personalities have recently awarded with the Nobel Prize in Physiology or Medicine in 2023 by the Royal Swedish Academy of Science? ബേസിക്കലി മെഡിസിനിൽ 2023 നൊബേൽ കിട്ടിയ വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പം നൊബേലിൽ ആക്ച്വലി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ 2 കാര്യങ്ങളെ എടുത്തിട്ടുള്ളൂ. മെഡിസിനും അതേപോലെ തന്നെ ഫിസിക്സ്, ഈ 2 ഫീൽഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നൊബേൽ വരുന്ന സമയത്ത് നൊബേൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. നൊബേൽ ഷെയർ ചെയ്യപ്പെടുന്നത് ഡിസ്കസ് ചെയ്യണം, ആരൊക്കെ തമ്മിലാണ് ഷെയർ ചെയ്യുക, എല്ലാ ഫീൽഡിലെയും നോക്കണം ആരൊക്കെയാണ്. പിന്നെ ഷെയർ ചെയ്യപ്പെടുന്നത് ഡിസ്കസ് ചെയ്യണം. അതേപോലെ ഓരോ ഫീൽഡിലും സ്ത്രീകളാവുമ്പോൾ, സ്ത്രീകൾക്ക് നൊബേൽ കിട്ടുന്ന സമയത്ത് ഈ വനിതയാണോ, എത്രാമത്തെ വനിതയാണ് ഈ ഒരു ഫീൽഡിൽ നൊബേൽ കിട്ടുന്ന എത്രാമത്തെ വനിതയാണ്, അതുപോലത്തെ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്തിൽ ചോദിച്ചിരിക്കുന്നത് മെഡിസിനിൽ 2023 കിട്ടിയിരിക്കുന്ന വ്യക്തികൾ ഇതിൽ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്തിൽ സ്വാന്ത് പാബോ, കാറ്റലിൻ കെറിക്കോ, ഡ്രൂ വേസ്മാൻ, ഇവരുടെ 3 പേരുടെയും കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാന്ത് പാബോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം 2022 നൊബേൽ കിട്ടിയിരിക്കുന്നത് സ്വാന്ത് പാബോയ്ക്കാണ്. ഓക്കെ, പിന്നുള്ള 2 പേര് കാറ്റലിൻ കെറിക്കോ, ഡ്രൂ വേസ്മാൻ, ഇവർക്ക് 2 പേർക്കുമാണ് 2023 മെഡിസിനിൽ നൊബേൽ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, കാറ്റലിൻ കെറിക്കോ ഓഫ് ഹംഗറി, അതേപോലെ തന്നെ ഡ്രൂ വേസ്മാൻ ഓഫ് US. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് നൊബേൽ ലഭിക്കുന്ന വ്യക്തികൾ ഏത് രാജ്യത്ത് ബിലോങ് ചെയ്യുന്നവരാണ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരാൾ ഹംഗറിയും ഒരാൾ US എന്ന് ഓർത്തിരിക്കുക. ഇനി നൊബേൽ
ലഭിച്ച കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ഒന്ന് നോട്ട് ചെയ്യേണ്ടത്, ആർക്കൊക്കെ ലഭിച്ചു. ഇനി വനിതകളുണ്ടെങ്കിൽ വനിതകൾക്ക് എത്രാമത്തെ വനിതയാണ് ഈ ഒരു ഫീൽഡിൽ ലഭിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ രാജ്യം ഏതാണ്. നാലാമത് അവർക്ക് എന്തിനാണ് നൊബേൽ ലഭിച്ചത്, എന്ത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് നൊബേൽ ലഭിച്ചത്. ഇവിടെ ശരിക്കും നൊബേൽ ലഭിക്കുന്ന വ്യക്തികൾ എന്ത് കണ്ടുപിടിക്കുന്നുണ്ട്, ഒരു വലിയൊരു ലോങ് സ്റ്റേറ്റ്മെൻറ്റ് കാണും. നമ്മൾ അതിനകത്തുള്ള കീവേഡ്സ് എപ്പോഴും കണ്ടുപിടിക്കാനായിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ mRNA വാക്സിൻ കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് നൊബേൽ ലഭിച്ചിരിക്കുന്നത്. mRNA വാക്സിൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കീവേഡ്. Nobel Prize is awarded for their discovery concerning nucleoside-based modifications that enabled the development of effective mRNA vaccine against COVID-19. COVID-19 എതിരായിട്ടുള്ള mRNA വാക്സിൻ കണ്ടുപിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും നൊബേൽ ലഭിച്ചത്. അവരുടെ രണ്ടുപേരുടെയും സ്ഥലം എവിടെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, എന്തിനാണ് നൊബേൽ ലഭിച്ചത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ബയോകെമിസ്റ്റ് കാറ്റലിൻ കെറിക്കോ ഇസ് കറൻ്റ്ലി വർക്കിംഗ്. നമ്മൾ പറഞ്ഞു അദ്ദേഹം എവിടെ ബിലോങ് ചെയ്യുന്ന ആളാണെന്ന് നമ്മൾ പറഞ്ഞു, ഹംഗറിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. കാറ്റലിൻ കെറിക്കോ ഇസ് ദ 13th വുമൺ. ഈ മെഡിസിനിലെ നൊബേൽ ലഭിക്കുന്ന 13ാമത്തെ വനിതയാണ് കാറ്റലിൻ കെറിക്കോ. ഹംഗറിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇമ്മ്യൂണോളജിസ്റ്റ് ഡ്യൂ വെയ്സ്മാൻ ഇസ് കറൻ്റ്ലി വർക്കിംഗ് ആസ് എ പ്രൊഫസർ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ. അപ്പോൾ ഒരാൾ ഹംഗറി ആണെന്ന് പറഞ്ഞു, ഒരാൾ USA ആണെന്ന് പറഞ്ഞു. കാറ്റലിൻ കെറിക്കോ ഈ ഒരു ഫിസിയോളജിയിൽ അല്ലെങ്കിൽ മെഡിസിനിൽ നൊബേൽ ലഭിക്കുന്ന 13ാമത്തെ വനിതയാണ് എന്നും കൂടെ ഡിസ്കസ് ചെയ്തു. mRNA വാക്സിൻ, COVID-19 എതിരെയുള്ള mRNA വാക്സിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് നൊബേൽ ലഭിച്ചിരിക്കുന്നത്. Who has been recently named as Global Ambassador for the International Cricket Council Men's Cricket One Day International World Cup 2023. വേൾഡ് കപ്പ് 2023 ഭാഗമായിട്ട് മെൻസ് ക്രിക്കറ്റ് വൺ ഡേ ഇൻ്റർനാഷണലിലെ അംബാസിഡർ, ഗ്ലോബൽ അംബാസിഡറായിട്ട് ICC സെലക്ട് ചെയ്ത വ്യക്തി ആരാണ് എന്നതാണ് ചോദ്യം. മഹേന്ദ്ര സിംഗ് ധോണി, രവി ശാസ്ത്രി, സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് വേൾഡ് കപ്പ് 2023യുടെ അംബാസിഡറായിട്ട് ICC സെലക്ട് ചെയ്തിരിക്കുന്നത്, ഗ്ലോബൽ അംബാസിഡറായിട്ട്. ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റർ. ഒരു ഇൻട്രൊഡക്ഷൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും വളരെയധികം അവെയർ ആയിരിക്കും. പക്ഷേ എന്താ പറയുക, ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ബോഡീസിൻ്റെ അംബാസിഡേഴ്സ് ഒക്കെ ആയിട്ട് നിലവിൽ വാർത്തയിൽ വരുന്ന സമയത്ത് അതുപോലത്തെ ഫാക്റ്റുകൾ ബ്രഷപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. Former Indian cricket player Sachin Tendulkar was named as the global ambassador for ICC Men's Cricket One Day International World Cup 2023. Sachin unveils the World Cup trophy before the inaugural match between England and New Zealand. Sachin has played 6 ODI. 6 ODI വേൾഡ് കപ്പിൽ കളിച്ചിട്ടുള്ള വ്യക്തിയാണ് സച്ചിൻ. ഏതൊക്കെ വർഷമാണ്? 89, 92, 96, 2003, 2007, 2011 അവസാനം. ഓക്കെ, ഇനി ഈ ഒരു വേൾഡ് കപ്പ് 2023 ഭാഗ്യചിഹ്നം എന്താണ് എന്നുള്ളതും കൂടെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഒരു ആഡ് ഓൺ പോയിന്റ് ആയിട്ട് നോക്കാം. 2 മാസ്കോട്ടുകളാണുള്ളത്. ഒന്ന് മെയിൽ മാസ്കോട്ടും ഒന്ന് ഫീമെയിൽ മാസ്കോട്ടുമാണ്. ബ്ലേസ് എന്ന് പറയുന്ന ഫീമെയിൽ മാസ്കോട്ടും ടോങ്ക് എന്ന് പറയുന്ന മെയിൽ മാസ്കോട്ടുമാണ് ICC വേൾഡ് കപ്പ് 2023 ഉണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following personalities have been awarded with the 2023 Nobel Prize in Physics? നമ്മൾ പറഞ്ഞു മെഡിസിൻ്റെ നൊബേൽ പ്രൈസ് ഓൾറെഡി നമ്മൾ 2 സ്ലൈഡ് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്സിലെ നൊബേൽ ലഭിച്ചിരിക്കുന്ന വ്യക്തികൾ ഇതിൽ ആരൊക്കെയാണെന്നാണ് ചോദ്യം. ആൻ എൽ ഹൂലിയർ, ഫെറക് ക്രൗസ്, പിയറി അഗോസ്തനി. ഈ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവർ 3 പേരുമാണ് ഫിസിക്സിൽ 2023 നൊബേൽ നേടിയിരിക്കുന്ന വ്യക്തികൾ. ഒരാൾ ഫ്രാൻസ്, ഒരാൾ ഹംഗറി, ഒരാൾ ഫ്രാൻസ്. അപ്പോൾ 2 പേര് ഫ്രാൻസിൽ നിന്നും ഒരാൾ ഹംഗറിയിൽ നിന്നുമാണ്. ആൻ ഹൂലിയർ ഓഫ് ഫ്രാൻസ്, പിയറി അഗസ്തിനി ഓഫ് ഫ്രാൻസ്, ഫെറൻസ് ക്രൗസ് ഓഫ് ഹംഗറി വെർ awarded the 2023 Nobel Prize in Physics for എന്താണ് അവരുടെ എക്സ്പീരിമെൻ്റൽ ഫീൽഡ്? എക്സ്പീരിമെൻ്റൽ മെത്തേഡ്സ് ദാറ്റ് ജനറേറ്റ് ഓട്ടോസെക്കൻഡ് പൾസസ് ഓഫ് ലൈറ്റ് ഫോർ ദ സ്റ്റഡി ഓഫ് ഇലക്ട്രോൺ ഡൈനാമിക്സ് ഇൻ മാറ്റർ. Nobel Prize in Physics is awarded by Royal Swedish Academy of Science. Anne Houlier is the 5th woman to receive the award in physics. നമ്മൾ പറഞ്ഞു, നമ്മൾ കാറ്റലിനെ പറ്റി പഠിച്ച സമയത്ത് പറഞ്ഞു, മെഡിസിനിലെ നൊബേൽ പഠിച്ച സമയത്ത് പറഞ്ഞു ഇവരത് 13ാമത്തെ മെഡിസിനിൽ നൊബേൽ ലഭിക്കുന്ന 13ാമത്തെ വനിതയാണെന്ന് പറഞ്ഞു. ഇവിടെ ആൻ ഹൂലിയർ ഫിസിക്സിലെ നൊബേൽ ലഭിക്കുന്ന 5ാമത്തെ വനിതയാണ് എന്നുള്ള പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്.
Going on to the next question. Consider the following statement with reference to Astra missile. Astra missile ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് ആൻ ഇൻഡിജീനസ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ. സെക്കൻഡ് വൺ, സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഈ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉള്ളത്. ഇൻഡിജീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തദ്ദേശീയമായിട്ട് നിർമ്മിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ ഇൻഡിജീനസ് എന്ന് പറയുന്നത്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് കാണാൻ പറ്റുന്നതിന് അപ്പുറത്ത്, അതായത് നമുക്കിപ്പോൾ കാണാൻ പറ്റത്തില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് എന്നുള്ളതാണ്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് കോമൺലി യൂസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മിലിറ്ററി ഏവിയേഷൻ, refers to the distance at which നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദൂരത്തിന് അപ്പുറവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ എൻഗേജ് ആൻഡ് പൊട്ടൻഷ്യലി ടാർഗറ്റ് അനദർ എയർക്രാഫ്റ്റ്. നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും മറ്റൊരു എയർക്രാഫ്റ്റിനെ ടാർഗറ്റ് ചെയ്യാൻ, അറ്റാക്ക് ചെയ്യാനായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്ന് പറയുന്നത്. മിസൈൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് സുഖോയ് 30 Mk1 നിന്നാണ്. ദ അസ്ത്ര മിസൈൽ ഇസ് ഡെവലപ്ഡ് ബൈ DRDO. Going on to the next question. C-295 എയർക്രാഫ്റ്റിനെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. C-295 എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ തേർഡ് ഇന്ത്യൻ മെയ്ഡ് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള 3ാമത്തെ മിലിറ്ററി എയർക്രാഫ്റ്റ് ആണ് C-295 എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഡിസൈൻഡ് ആൻഡ് ബിൽറ്റ് ബൈ എയർബസ്. ഒരു യൂറോപ്യൻ മൾട്ടിനാഷണൽ എയറോസ്പേസ് കോർപ്പറേഷൻ ആയിട്ടുള്ള എയർബസ് ആണിത് ബിൽറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. തേർഡ് വൺ, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം എ പ്രൈവറ്റ് സെക്ടർ കമ്പനി വുഡ് ബി മാനുഫാക്ചറിങ് എ ഫുൾ എയർക്രാഫ്റ്റ് ഇൻ ഇന്ത്യ. ഒരു പ്രൈവറ്റ് സെക്ടർ മാനുഫാക്ചറിങ് കമ്പനി ഒരു ഫുൾ എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ ഇത് നിർമ്മിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇത് ഇറ്റ് ഈസ് എ തേർഡ് ഇന്ത്യൻ മെയ്ഡ് മിലിറ്ററി ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ മെയ്ഡ്. ആദ്യമായിട്ടാണ് ഒരു മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. പിന്നെ ബാക്കി പറഞ്ഞിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. The first Indian made C-295 military transport aircraft is a new generation tactical airlifter in the light and medium segment that will replace aging Avro aircraft of the Indian Air Force. This is the first time a private sector company would be manufacturing a full aircraft in India. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നെയിം ദ സ്കീം ഇംപ്ലിമെൻറ്റഡ്. നമ്മുടെ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ സ്കീം ഇംപ്ലിമെൻറ്റഡ് ബൈ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള ഗവൺമെൻറ് ലോഞ്ച് ചെയ്തൊരു സ്കീമിനെ പറ്റിയാണ് ചോദ്യം. വിച്ച് പ്രൊവൈഡ്സ് ഫ്രീ ഹെൽത്ത് കെയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ആൻഡ് സപ്പോർട്ട് ടു എൽഡർലി അബവ് ദ ഏജ് ഓഫ് 65 years. 65 ഇയേഴ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക്, എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ഹെൽത്ത് കെയറും സപ്പോർട്ടും നൽകുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ സ്കീം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ നാട്ടിൽ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഫ്രീ ഹെൽത്ത് കെയർ, എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ഹെൽത്ത് കെയർ നൽകുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സ്കീം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ശരിക്കും നമുക്കൊരു പ്രൈഡായിട്ടുള്ള ഒരു സ്കീമാണ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത്. ഇത് മന്ദഹാസം, വയോരക്ഷ, വയോമിത്രം, വയോമധുരം എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിനകത്തിൽ തന്നെ മന്ദഹാസം എന്നൊക്കെ പറയുന്നതും ശരിക്കും എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക്, വയോമിത്രം, വയോരക്ഷ, ഇതൊക്കെ ശരിക്കും എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി കേരള ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള സ്കീംസ് ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വയോമിത്രമാണ്. ഓക്കെ, വയോമിത്രം എന്ന് പറയുന്ന ഈ ഒരു സ്കീമിൻ്റെ കീഴിലാണ് കേരള ഗവൺമെൻറ് എൽഡർലി ആയിട്ടുള്ള ഏജ് ഓഫ് 65 ഇയേഴ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഫ്രീ ഹെൽത്ത് കെയറും സപ്പോർട്ടും നൽകാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് മുൻപോട്ട് വെച്ച സ്കീം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വയോമിത്രം പ്രൊജക്ട് പ്രൊവൈഡ്സ് ഫ്രീ മെഡിസിൻസ് ത്രൂ മൊബൈൽ ക്ലിനിക്, പാലിയേറ്റീവ് കെയർ, കൗൺസിലിംഗ് സർവീസ്, ഹെൽപ്പ് ഡെസ്ക് ടു ദ ഓൾഡ് ഏജ്. എന്തൊക്കെ തരത്തിലുള്ള സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മൊബൈൽ ക്ലിനിക്കിലൂടെ ഫ്രീ ആയിട്ട് മെഡിസിൻസ് കൊടുക്കുന്നു, പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നു, കൗൺസിലിംഗ് സർവീസ് കൊടുക്കുന്നു, അതേപോലെ ഹെൽപ്പ് ഡെസ്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ദിസ് പ്രൊജക്ട് വാസ് ഇംപ്ലിമെൻറ്റഡ് ആസ് എ ജോയിൻറ്റ് ഇനിഷ്യേറ്റീവ് ടു LSGD ഇൻ ദ ഏരിയ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്കീം ഈസ് ടു പ്രൊവൈഡ് ഫ്രീ ഹെൽത്ത് കെയർ ടു ഓൾഡ് ഏജ് പീപ്പിൾ. മന്ദഹാസം നമ്മൾ ഓപ്ഷനകത്ത് പറഞ്ഞ മറ്റൊരു സ്കീമാണ്. എന്തെന്ന് പറയുന്നത് മന്ദഹാസം എന്ന് പറയുന്നത്. മന്ദഹാസം നമ്മൾ പറഞ്ഞു, ഞാനത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇതും കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. പേരിനകത്ത് നിന്ന് തന്നെ നമുക്കിത് ക്ലിയർ ആണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ക്ലിയർ ആണ്. ഇറ്റ് ഈസ് ഓൾസോ an initiative by Social Justice Department for giving free tooth set to senior citizens. സീനിയർ സിറ്റിസൺസിന് ഫ്രീ ആയിട്ട് ടൂത്ത് സെറ്റ് നൽകുന്ന ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത് മന്ദഹാസം എന്ന് പറയുന്നത്.
The scheme aims to reduce nutritional, physical and mental problems faced by elderly people after losing teeth. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ കീ ഒബ്ജക്റ്റീവ് ഓഫ് വയോരക്ഷ സ്കീം. നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനിൽ കണ്ട സ്കീമാണ് വയോരക്ഷ. ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ടു ദ എൽഡർലി പോപ്പുലേഷൻ ഡ്യൂറിങ് ക്രൈസിസ്. എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലഡ് ആണെങ്കിൽ അല്ലെങ്കിൽ കോവിഡ് പോലെ എന്ത് തരത്തിലുള്ള ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും വളരെയധികം അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരാണ് എൽഡർലി പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് നീട്ടുന്ന ഒരു സ്കീമാണ് വയോരക്ഷ എന്ന് പറയുന്നത്. ദ ഗവൺമെൻറ് ഓഫ് കേരള ഹാസ് സ്റ്റാർട്ടഡ് വയോമധുരം സ്കീം. നമ്മൾ ഡിസ്കസ് ചെയ്ത നാലാമത്തെ സ്കീമാണ്. ടു പ്രൊവൈഡ് ഗ്ലൂക്കോമീറ്റേഴ്സ് ഫ്രീലി ടു എൽഡർലി ഡയബറ്റിക് പേഴ്സൺസ് കമ്മിങ് അണ്ടർ BPL കാറ്റഗറി. BPL കാറ്റഗറിയിൽ വരുന്ന ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗ്ലൂക്കോമീറ്റേഴ്സ് ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത് വയോമധുരം എന്ന് പറയുന്നത്. അപ്പോൾ മധുരം എന്ന് പറയുമ്പോൾ നമുക്ക് ഡയബറ്റീസുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. വയോ പ്രായമുള്ള ആൾക്കാർ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ മന്ദഹാസം ടൂത്ത് സെറ്റ് കൊടുക്കുന്ന സ്കീമാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വയോരക്ഷ എന്ന് പറയുന്നത് ക്രൈസിസ് സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സ്കീം. അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഓക്കെ. Under this scheme, the government will provide glucometers to 1,000 diabetic old age persons in each district of Kerala state. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത സ്കീം എന്ന് പറയുന്നത് വയോമിത്രമാണ്. അതായത് ഒരു 65 ഇയേഴ്സ് ഓഫ് ഏജിന് മുകളിലുള്ള ഒരു വ്യക്തിക്ക് ഫ്രീ ആയിട്ട് മെഡിക്കൽ കെയർ കൊടുക്കുക. മെഡിക്കൽ കെയർ പല രീതിയിലാണ് നമ്മൾ പറഞ്ഞു അല്ലേ. മൊബൈൽ ക്ലിനിക്ക് വഴി അവർക്ക് മെഡിസിൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിംഗ് ഹാൻഡുകൾ കൊടുക്കുക. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്കീമാണ് വയോമിത്രം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സിൻ്റെ ഈ ഒരു ക്ലാസ് നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നമുക്ക് മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.